കൊല്ലം കുട്ടിയത്ത് വൻ തീപിടുത്തം. വ്യാപാര സ്ഥാപനത്തിലാണ് തീപിടിച്ചത്. സ്റ്റുഡിയോ കോംപ്ലക്സിൽ നിന്ന് തീ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പടരുകയാണ്. അരുൺ രാജ് കൊല്ലത്തുനിന്ന്. അരുൺ, ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അരുൺ? പക്ഷേ ഇതുവരെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്പസമയം മുമ്പാണ് ഈ കൊട്ടിയത്തെ സ്റ്റുഡിയോ കോംപ്ലക്സിൽ നിന്ന് തീ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് പടർന്നത്. ഈ തീ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലത്ത് വിവിധ ഫയർഫോഴ്സ് സ്റ്റേഷനിൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. തീപിടുത്തത്തിന്റെ കാരണം നിലവിൽ വ്യക്തമല്ല. നിലവിൽ ഈ ഫയർഫോഴ്സ് പറയുന്നതനുസരിച്ചാണെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള മുൻകരുതലാണ് ഫയർഫോഴ്സ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥലത്ത് നിന്ന് പൂർണ്ണമായും ആളുകളെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇത് വലിയ രീതിയിൽ കെട്ടിടങ്ങളുള്ള വ്യാപാര സ്ഥാപനങ്ങളുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തീ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പടരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മുൻകരുതലാണ് ഫയർഫോഴ്സ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. കൂടുതൽ ഫയർഫോഴ്സിനെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. കാരണം ഇത് മറ്റു സ്ഥലങ്ങളിലേക്ക് പടർന്നാൽ അത് വലിയ രീതിയിൽ നാശനഷ്ടത്തിനടക്കം ഇടയാക്കും. അതുകൊണ്ട് ആ സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കുകയാണ് ഫയർഫോഴ്സ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ഥലത്ത് ഇപ്പോൾ വാഹന ഗതാഗതത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അരുൺ, ഇപ്പോൾ ഈ തൊട്ടടുത്ത് മറ്റേ ഏത് തരത്തിലുള്ള കെട്ടിടങ്ങളാണ് ഉള്ളത്? ഈ പെട്ടെന്ന് തീപടരാൻ സാധ്യതയുള്ള വസ്തുക്കളുള്ള കെട്ടിടമാണോ അരുൺ? ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയിട്ടുണ്ടോ ഇപ്പോൾ? വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങൾ അടക്കമുള്ള കടകളാണ് ഇത് സമീപത്തൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ തീ പടരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളെ ഇപ്പോൾ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. കാരണം ഇത് പെട്ടെന്ന് അവിടേക്ക് ഈ കടകളിലേക്ക് തീ പടരുകയായിരുന്നു. ഉച്ച അടുക്കുന്ന സമയമാണ്. അതുകൊണ്ട് കൂടുതൽ ആളുകൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ നിലവിൽ ഇപ്പോൾ മറ്റു സ്ഥാപനങ്ങളിലേക്ക് കൂടി തീ പടരുന്നത് ആശങ്ക ഇടയാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോൾ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഈ സ്ഥലത്തേക്ക് എത്താനുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ദേശീയപാതയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഒരു സൈഡിൽ കൂടെ മാത്രമാണ് ഗതാഗതത്തിന് അനുയോജ്യമായിരുന്നത്. ആ സ്ഥലത്ത് ഇപ്പോൾ പൂർണ്ണമായും ഗതാഗതം സ്തംഭിച്ചിരിക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഗതാഗതം തിരിച്ചുവിടാനുള്ള ക്രമീകരണങ്ങൾ കൂടി ഇപ്പോൾ നടത്തുന്നുണ്ട്. കാരണം ഈ തീപിടുത്തം ഉണ്ടായതിന് സമീപത്ത് കൂടി, അത് ദേശീയപാത കടന്നുപോകുന്ന സമീപത്താണ്, അവിടെ വാഹനങ്ങൾ കടത്തിവിട്ടാൽ മറ്റ് അപകടങ്ങളിലേക്കും ഇടയാക്കും. അതുകൊണ്ട് ഇപ്പോൾ ആ റൂട്ടിലേക്കുള്ള പൂർണ്ണമായുള്ള ഗതാഗതം, അത് ഈ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഗതാഗതം, അത് ദേശീയപാതയിലെ ഗതാഗതം പൂർണ്ണമായും ഇപ്പോൾ വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ്. സ്ഥലത്ത് കൂടുതൽ അപകടം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു നടപടിയാണ് ഫയർഫോഴ്സ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. തീ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പടരാതിരിക്കാനുള്ള മുൻകരുതൽ കൂടി ഫയർഫോഴ്സ് സ്വീകരിക്കുന്നു. എന്തായാലും നാട്ടുകാരുടെ കൂടി സഹായത്തോടെയാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.